ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന് ബൈബിളിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട് ഫരിസേയരുടെ പുളിമാവ് എന്നാണ്. ഇതിന് മുൻപുള്ള സുവിശേഷ ഭാഗം ഫരിസേയർ കർത്താവിനോട് അടയാളം ആവശ്യപ്പെടുന്നതാണ്. എന്തുകൊണ്ട് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു എന്ന ചോദ്യം ഉന്നയിച്ച് ആ സ്ഥലം വിട്ട് അകലുന്ന ക്രിസ്തുവിനെ ഇവിടെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഇവിടെ ക്രിസ്തു പുളിമാവ് എന്ന് ഫരിസേയരെ ഉന്നം വച്ച് പറയാൻ കാരണം അവരുടെ പ്രവൃത്തികളെയും വായിൽ നിന്ന് വരുന്ന വാക്കുകളെയുമാണ്. യേശുവിനെക്കുറിച്ചുള്ള തെറ്റായ പ്രബോധനമാണ് പുളിമാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ ശക്തി സാത്താനിൽ നിന്ന് വരുന്നുവെന്നും യേശു ഉയർപ്പിക്കപ്പെട്ട സ്നാപക യോഹന്നാനാണെന്നും നിയമജ്ഞരും ഫരിസേയരും തെറ്റായി പ്രചരിപ്പിക്കുകയായിരുന്നു. പുളിമാവ് മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ അവരുടെ പ്രബോധനങ്ങളും ജനങ്ങളിൽ തെറ്റായ സ്വാധീനം ചെലുത്തുന്നു. ശിഷ്യന്മാർ ക്രിസ്തുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഉടൻ അവൻ പറഞ്ഞത് നിങ്ങൾക്കിനിയും ഗ്രഹിക്കാൻ സാധിക്കുന്നില്ലേ എന്നാണ്. കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ എന്നും ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ എന്നും ചോദിക്കുന്ന ക്രിസ്തു അവൻ അവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ അത്ഭുതങ്ങളും സുവിശേഷത്തിൽ പരാമർശിക്കുന്നു. പ്രിയരെ, പുളിമാവ് മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ ഫരിസേയരുടെ വാക്കുകളും പ്രവൃത്തിയും ജനങ്ങളിൽ തെറ്റായ സ്വാധീനം ചെലുത്തുകയും തിന്മയെ പിന്താങ്ങുകയും അവർ വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും നാം ചിലപ്പോഴെങ്കിലും പുളിമാവായി തരം താഴ്ന്നു പോകുന്നില്ലേ എന്ന് ചിന്തിക്കാം. നമ്മുടെ പ്രവൃത്തികൾ മൂലം അനേകം പേർ വിഷമിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ വാക്കുമൂലം അനേകം പേരുടെ ഹൃദയത്തിന് ഉണങ്ങാത്ത മുറിവ് നാം സമ്മാനിച്ചേക്കാം. പലപ്പോഴും നമ്മെയും അനേകം വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരുടെ നോട്ടം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുമ്പോൾ അവരും സുവിശേഷത്തിൽ കാണുന്നവരെ പോലെ തിന്മയുടെ വക്താക്കളാവുകയാണ്. ഇപ്രകാരം ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ തന്നെ തിന്മയുടെ പിതാവായ പിശാച് ആവസിച്ചിരിക്കാം. വ്യക്തിത്വങ്ങൾ ആകുന്ന നമ്മുടെ അല്ലെങ്കിൽ അവരുടെ പുളിമാവ് മറ്റനേകം വ്യക്തിത്വങ്ങളാകുന്ന മാവിനെയും തെറ്റായ വഴിയിലൂടെ നടത്തിയിട്ടുണ്ടായിരിക്കും. വ്യാജ പ്രവാചകരെയും ഉള്ളിൽ കാപട്യം വെച്ച് പുലർത്തുന്ന ഫരിസേയരെയും പോലുള്ളവരെ സൂക്ഷിക്കാൻ ക്രിസ്തു നമ്മോട് അന്നേ പറഞ്ഞതാണ്. അവൻ അക്കാര്യത്തിൽ കാർക്കശഭാവത്തോടെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഇനിയും ആ വീണ്ടെടുപ്പിൻ്റെ മുന്നറിയിപ്പുകളെ നിഷ്കരണം അവഗണിച്ച് യാത്ര തുടരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഫരിസേയരും നാമും തമ്മിൽ ക്രിസ്തു വ്യത്യാസം കൽപ്പിക്കുന്നില്ല. അതിനാൽ നമ്മുടെ സകല പ്രവൃത്തികളുടെയും നിയോഗം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതായിരിക്കട്ടെ. ദൈവമാണ് സർവ്വനന്മകളുടെയും ഉറവിടവും പൂർണ്ണതയും. നമ്മുടെ ബലഹീനതകളിൽ മാത്രം അഭിമാനിച്ചുകൊണ്ട് അവയെ ദൈവത്തിലേക്ക് തിരിച്ചുവിടാം. കാരണം ഇപ്രകാരം സ്വയം പുളിമാവായി മാറുന്നവർ ഈ ലോക ജീവിതത്തിൽ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവനിൽ ആശ്രയിച്ച് എന്നിലെ പുളിമാവിനെ എടുത്തു മാറ്റി പുളിമാവായി ഈ സമൂഹത്തിൽ ആയിരിക്കുന്നവരുടെ മാനസാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.